ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നല്ല സിമ്പിളായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കിയാലോ? നമുക്ക് ഏത് കേക്കിൻ്റെയും ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിൾ കേക്കാണ് കേട്ടോ. ഞാനിത് വെച്ചിട്ട് മിറർ ഗ്ലേസ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതേപോലെ നല്ല സിമ്പിളായിട്ട് നമുക്ക് 3 ലെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു മെഷർമെൻറ്റിൽ കേക്ക് ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കിയാലോ? ഈ ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. വളരെ കുറച്ച് മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഏകദേശം ഒരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒട്ടും പൊടിയൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഇത് ഏകദേശം 3 പ്രാവശ്യം അരിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 4 കോഴിമുട്ട വേണം. നമുക്ക് ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയല്ല, സാധാരണ പഞ്ചസാര തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. അത് കുറേശ്ശെ ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ. എങ്കിലേ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ. ഒന്നിച്ചെല്ലാം കൂടി ഇട്ട് കൊടുക്കരുത്. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് പൊങ്ങിയിട്ട് വരണം. എങ്കിലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ വാനില എസൻസ് അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ നമ്മുടെ ഈ കോഴിമുട്ടയുടെ ഈ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒത്തിരി നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മൈദപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഭയങ്കര ഹെവി ആയിട്ട് മിക്സ് ചെയ്യരുത്. വളരെ ലൈറ്റായിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കാരണം നമ്മളിങ്ങനെ ഒത്തിരി മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് ഒത്തിരി ഹാർഡായിട്ട് പോകും. അപ്പോൾ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ കേക്ക് ടിന് റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ ഈ കേക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കേക്ക് ടിന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം കേക്ക് കുറച്ച് ഉയരത്തിലൊക്കെ വേണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് 7 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ ഒക്കെ കേക്ക് ടിന് യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള വലിപ്പത്തിൽ കിട്ടും. ഞാനിവിടെ കുറച്ച് ഉയരത്തിലാണ് കേക്ക് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ടർ പേപ്പർ കുറച്ച് ഉയരത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കേക്ക് മിക്സ് മൊത്തമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എടുക്കണം. ഇതിലെന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് 3 ലെയർ കുറച്ച് കട്ടിയിൽ വേണമെന്നുള്ളതുകൊണ്ട് ചെറിയ കേക്ക് ടിന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ട മിക്സ് ഇവിടെ റെഡിയായി. ഇനി ഞാനിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിൽ യൂസ് ചെയ്യാത്ത ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കേക്ക് മിക്സ് ഇറക്കി വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് പാത്രം നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. ഇനി ഇത് നമുക്കൊരു 50 മുതൽ 55 മിനിറ്റ് വരെ എടുക്കും ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. കാരണം നമ്മളിത് കുറച്ച് ഉയരത്തിലാണ് കേക്ക് ഉണ്ടാക്കിയത്. അതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടി ഉയരം കുറഞ്ഞ കേക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു 40 മുതൽ 45 മിനിറ്റ് വരെയൊക്കെ എടുക്കും. അപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറന്ന് നോക്കാം കേട്ടോ. ചില ഗ്യാസിൻ്റെ ചൂടിനനുസരിച്ചിട്ട് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കേക്ക് ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം 52 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്കിത് ചൂട് തണിഞ്ഞിട്ട് വേണം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി നോക്കാം.
ഒട്ടും സൈഡൊന്നും ക്രിസ്പി ആയിട്ടില്ല, അതേപോലെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ കേക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 4 ലെയർ വരെ ഇത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 3 ലെയറാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്ര ഉയരം വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കേക്ക് ടിന്നൊന്ന് മാറ്റിക്കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതേപോലെ ഞാൻ ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന മിറർ ഗ്ലേസ് കേക്കിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട്, അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്കണേ. താങ്ക്